ഇന്നലെ നമ്മളെല്ലാവരും ഒന്നടങ്കം പറഞ്ഞായിരുന്നു സിബിന്റെ അടുത്ത് കാണിച്ചത് അനീതിയാണെന്നല്ലേ. അപ്പൊ ഇന്ന് പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജാസ്മിനെതിരെ നമ്മുടെ ലാലേട്ടൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ സിബിന് ശരിക്കും ഒരു നീതി കിട്ടിയോന്ന് ചോദിച്ചാൽ അത്രയും വലിയ നീതിയൊന്നും കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും ഭയങ്കരമായ രീതിയിലൊന്നും ചോദിക്കുന്നു പറയുന്നില്ല. നമ്മുടെ പ്രോമോ ആണല്ലോ, പ്രോമോ നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്തായിരിക്കും. അത് ചെറിയൊരു പോർഷനാണ് പ്രോമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസ്മിനെതിരെ ഈ റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് ചെരുപ്പ് യൂസ് ചെയ്യാതെ അവിടുത്തെ സെറ്റിലൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ, അതിനെതിരെ നമ്മുടെ ജിൻഡോയും വീട്ടുകാരും വിമർശിച്ചിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഹൈജീന്റെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ നമ്മുടെ ജാസ്മിൻ ലാലേട്ടന് പറയുന്നുണ്ട്, അവിടെ ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും ഇതിൽ ലാലേട്ടൻ ചൂടാവുന്നൊക്കെ ഉണ്ട്. അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ തോന്നിയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ റേസ് ആവുന്നുണ്ട്. അതൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം പിന്നെ നമ്മുടെ പ്രോമോയാണല്ലോ, പ്രോമോ എന്തായാലും നമ്മളെ ഭയങ്കരമായി കാണിച്ചിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഓക്കെ, ചോദിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കുറച്ചൊരു സമാധാനമുണ്ടല്ലോ. ഈ ഒരു കാര്യം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചോദിച്ചു എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചേരം സമാധാനപ്പെടാം. കാരണം ഒന്നും ചോദിക്കാതെ സിബിനെ മാത്രം വഴക്ക് പറഞ്ഞത്, സിബിനെ മാത്രം ആ ഒരു കാര്യത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് ഭയങ്കരമായ മോശമായിരിക്കും. കാരണം ജാസ്മിൻ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ചോദ്യം ചെയ്യാതെ സിബിന് മാത്രം ഇന്നലെ ആ ഒരു ഇത് കൊടുത്തിരുന്നെങ്കിൽ അത് ഭയങ്കര മോശമായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് എത്ര ഇൻ ഡെപ്തിലോട്ട് പോകും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ചോദിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് ഇല്ലെങ്കിലും ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതന്നെ വലിയ കാര്യം. സിബിന് നീതി കിട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും കുറച്ച് എന്തായാലും കിട്ടി എന്ന് തന്നെ നമുക്ക് നോക്കാം. പിന്നെ എപ്പിസോഡിൽ എന്തായാലും കാണാം ബാക്കി എന്താണ് എന്നുള്ള കാര്യം. ഒരു പ്രോമോ ഇതായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ഒരു പ്രോമോ വന്നിട്ട് നമ്മുടെ ജിൻഡോയ്ക്കെതിരായത്. ജിൻഡോന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ജിൻഡോന്റെ ക്യാപ്റ്റൻസി സിബിന്റെ ഒരു പപ്പറ്റ് പോലെ തോന്നിയോ എന്ന് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സായി മാത്രം പറയുന്നുണ്ട് ഒരു 100% അട്ടർ ഫ്ലോപ്പ് ഒന്നും അല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിൻഡോന്റെ ക്യാപ്റ്റൻസി അത്രയും മോശമൊന്നും അല്ലായിരുന്നു, ഒരു ഓക്കെ ക്യാപ്റ്റൻസി തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും നല്ല ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ അപ്സരയുടെ ആയിരുന്നല്ലോ, അത്രയ്ക്കും ഒന്നും മികച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ജാസ്മിൻ ആ ഒരു പ്രശ്നം തന്നെ ജാസ്മിൻ മയക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് ജിൻഡോ പറഞ്ഞതല്ലോ, അതിനുശേഷമാണല്ലോ ജാസ്മിൻ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ജിൻഡോന്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി തെരഞ്ഞെടുത്തത് ജനാധിപത്യമായ രീതിയിലാണ്. അതായത് ആർക്കെങ്കിലൊക്കെ ഈ ഇലക്ഷൻ നിൽക്കുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നിൽക്കാം. അതിനകത്ത് വോട്ട് ചെയ്ത് ആര് ജയിപ്പിക്കുന്നോ അവരായിരുന്നു ജയിച്ചത്. അപ്പൊ നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ പവർ ടീമും തമ്മിലൊരു ഇതുണ്ടായിരുന്നല്ലോ. അതായത് പവർ ടീമിനെ ജയിപ്പിക്കാനുള്ള ഏക കാരണം നമ്മുടെ ജിൻഡോ ആയിരുന്നു. അപ്പൊ ജിൻഡോ ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്നെ ക്യാപ്റ്റൻ ആക്കുവാണെങ്കിൽ നോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അവർ തമ്മിലുള്ള ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ അത് തുടർന്ന് ജിൻഡോ തന്നെയായിരുന്നു ജയിച്ചത്. എന്ന് കരുതിയാലും നമ്മളൊരു ജനാധിപത്യം എന്ന രീതിയിലോട്ടാണ് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി കൊണ്ടുപോയത്. അപ്പൊ നമ്മളിപ്പം പുറത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ജയിച്ചാലും, പക്ഷെ ജയിക്കുന്ന അതായത് ആരാണോ നമ്മളൊരു പ്രതിനിധിയായിട്ട് വരുന്നത് ആ ആള് മൊത്തത്തിൽ എല്ലാവരെയും ആളുടെ ഒരു പ്രതിനിധി തന്നെയാണല്ലേ. അപ്പൊ എനിക്ക് ഇവർ മാത്രം വോട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബിന്റെ ഒരു ഇത് തന്നെയായിരുന്നു. അപ്പൊ സിബിന്റെ പപ്പറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു 50% 70% അത് തന്നെയായിരുന്നു. കാരണം അത് സിബിന്റെ ഒരു ഗെയിം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട്. ആള് നന്നായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു വരുന്ന ഒരാളാണ്. അപ്പൊ ആ ജിൻഡോന്റെ ഗെയിമിനെ സ്നേഹപൂർവ്വം തന്നെ ജിൻഡോക്കെതിരെ കളിക്കുന്ന ഇതായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. അപ്പം ജിൻഡോ അത് മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ ജിൻഡോന്റെ വേറെ ഗെയിമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജിൻഡോനെ ഒരു പപ്പറ്റായിട്ട് തന്നെയാണ് സിബിൻ അവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജിൻഡോ സിബിന്റെ കുറെ വാക്കുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിബിൻ പറയുന്ന കുറെ കാര്യങ്ങളാണ് ജിൻഡോ ശരിക്കും വന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതൊക്കെ സത്യം തന്നെയാണ്. അപ്പൊ അത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ വീട്ടുകാരെല്ലാരും പറയുന്നുണ്ട്. പിന്നെ അത്രയും നമ്മുടെ നോറും ജാസ്മിനും നമ്മുടെ അപർണയും പോട്ടെ അപ്സരയൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഫ്ലോപ്പ് ആയത്. എനിക്ക് അത്രയ്ക്കും അങ്ങനെ ഫ്ലോപ്പ് ആയെന്നുള്ള അഭിപ്രായം ഇല്ല. നിങ്ങൾക്ക് എന്തായാലും എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എന്തായാലും അത് രേഖപ്പെടുത്താം. പിന്നെ ഈ പറഞ്ഞ പപ്പറ്റാന്ന് പറഞ്ഞ കാര്യം ശരിയാണ്. ശരിക്കും എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു ചില കാര്യങ്ങളൊക്കെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജിൻഡോ തന്നെ കളിക്കുന്നതാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം. കാരണം ജിൻഡോന്
ജിൻഡോന്റെ കയ്യിൽ കുറെ കൊള്ളാത്ത കാര്യങ്ങളുണ്ട്. അതായത് വായ കൊണ്ട് പറയുന്നു, അല്ലാത്ത രീതിയിൽ കുറെ മോശമായ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആള് എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജിൻഡോന്റെ ശരിക്കും തന്നെ നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് എനിക്കിഷ്ടം. നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. ഇനിയിപ്പോ എന്തായാലും ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ എന്തായാലും ഇന്നലെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു അല്ലെ, അത് നമ്മുടെ ജിൻഡോന്റെയും അതുപോലെ തന്നെ സിബിന്റെയും തമ്മിലുള്ള ചെറിയ അവർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും വേണമെങ്കിൽ എനിക്ക് തോന്നി ഇതേക്കുറിച്ച് വീഡിയോ കാണിക്കാമായിരിക്കും, ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ കാണിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിന് വേണ്ടത് ജിൻഡോ തന്നെ കളിക്കുന്നു, ജിൻഡോന്റെ സിബിന്റെ വേറൊരു ഗെയിമാണ്. അതായത് ഇവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഗെയിം നമ്മുടെ ബിഗ് ബോസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും കാണിക്കുന്നില്ലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു ജിൻഡോ വേണമെങ്കിൽ മാറി കളിക്കാമായിരിക്കാം. ജിൻഡോ നല്ല രീതിയിൽ ചിന്തിച്ച് കളിക്കുവാണെങ്കിൽ എന്തായാലും സിബിൽ നിന്നും മാറി രണ്ടുപേരും എതിരെ നിന്ന് കളിക്കുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. നെക്സ്റ്റ് വീക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ ഞാൻ ആ കാര്യം പറയാൻ പറഞ്ഞത്, അതായത് എപ്പിസോഡിനകത്ത് നമ്മുടെ നോറയുടെ കാര്യം ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അതായത് വേറൊന്നല്ല, നമ്മുടെ ഈ നോറയ്ക്ക് ഒരു പണിഷ്മെന്റ് പോലെ കൊടുത്തായിരുന്നു. അതായത് ഈ നന്ദിനി കുട്ടിയുടെ റോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അവര് നോറ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവര് പോസും റീലോഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ചോദിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. ചോദിച്ചപ്പോ ആ ഒരു ഇതിനെ, അതായത് നോറ ഇങ്ങനെ ഡേ 1 തൊട്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ്, ചുമ്മാ ഒരുമാതിരി ഓവർ ഇറിറ്റേറ്റിംഗ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരു 80% പ്രേക്ഷകർക്കും ആ ഒരു ഗെയിം വലിയ താല്പര്യമുണ്ട്. കാരണം ഭയങ്കര നമുക്ക് ഡിസ്കംഫർട്ട് ആണ്. ഫുൾ ഈ പറഞ്ഞ കാര്യം തന്നെ, ഒന്നാം ദിവസം തൊട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നോറ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ ലാലേട്ടൻ സംസാരിച്ചത്. അപ്പൊ അത് ഒരു നല്ല ഗെയിം ആയിട്ട് ആണെന്ന രീതിയിലാണ് നോറയുടെ അടുത്ത് പ്രസന്റ് ചെയ്തത്. പക്ഷെ നോറ അത് വിശ്വസിച്ച് ഇനി വരുന്ന ഈ വീക്കിലും സെയിം തന്നെയാണ് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും നോറ ഉറപ്പായിട്ടും നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോറ പെട്ടെന്ന് തന്നെ പുറത്തു പോകാനുള്ള ചാൻസും കാണുന്നുണ്ട്. അഥവാ നോറ അല്ല ഇങ്ങനെ ആയിരിക്കില്ല എന്ന് സ്വയം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, നോറ ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല ബിഗ് ബോസ് അതൊരു ടാസ്ക് കൊടുത്ത അല്ലെങ്കിൽ ഒരു പണി കൊടുത്തതാണെന്ന് ഒരിക്കലും നോറ അത് ചിന്തിക്കാൻ പോകുന്നില്ല. നോറ സെയിം ഇനിയിപ്പോ ജാൻമണി എന്തായാലും പോയല്ലോ, അപ്പൊ നോറയുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഇപ്പം ജാസ്മിനും ഗബ്രിയായിട്ടും വലിയ പ്രശ്നമില്ല. അവര് എന്താ പറയാ കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ ജാസ്മിനൊക്കെ വിട്ടു. ഇനി നോറ എന്തായാലും പിടിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ആള് നമ്മുടെ സിബിൻ ഉണ്ടായിരിക്കാം ആ ഒരു ടാർഗറ്റിൽ. പിന്നെ ജിൻഡോ ഉറപ്പാണ്, എന്തായാലും കാണും. പിന്നെ എനിക്ക് തോന്നുന്നു ശരണ്യായിട്ടുള്ള ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അപ്പൊ അതും എനിക്ക് തോന്നുന്നു ശരണ്യ ഈ വീക്കിൽ ശരണ്യ പോവാൻ വഴിയില്ല, ശ്രീലേഖയാണ് പോകുന്നതെന്നാണ് ഒരു 90% ഉറപ്പായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ശരണ്യം കാണുമായിരിക്കും നെക്സ്റ്റ് വീക്ക്. അപ്പൊ നോറയും ശരണ്യം തമ്മിലുള്ള ഒരു ഗെയിം, അതായത് നോറ ഇനി ശരണ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഗെയിം എന്തായാലും നമുക്ക് കാണേണ്ടി വരും. അപ്പൊ നോറയുടെ ആ ഒരു ഇറിറ്റേറ്റിംഗ് ഗെയിമും കൂടെ ഈ നെക്സ്റ്റ് വീക്കിലും നമ്മൾ സഹിക്കേണ്ടി വരും എന്തായാലും. പിന്നെ ബാക്കിയല്ല, ഇപ്പൊ ജാസ്മിന്റെയും ഗബ്രിയുടെയും വേറെ കാര്യം ഇപ്രാവശ്യം ഒന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഈ വീക്കിൽ ഈ കഴിഞ്ഞ വീക്കിൽ അവരുടെ ഒരു ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉണ്ടായിരുന്നു, എന്നാൽ അവർ ഭയങ്കരമായ ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അതൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും രാത്രി ഈ ദിവസങ്ങളിൽ നമുക്ക് വെറുപ്പീര് അനുഭവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പം, നമുക്ക് നോക്കാം എന്തായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ 2 പ്രോമോ കൂടെ വന്നായിരുന്നേ. അത് വേറെ ഒന്നുമല്ല, ഒന്ന് നമ്മുടെ ശ്രീരേഖയുടെയും അതുപോലെ തന്നെ സിബിന്റെയും ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ ഈ അവയവദാനത്തിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോമോ ആയിരുന്നു. അത് നല്ല രീതിയിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രോമോ ആയിരുന്നു. പിന്നത്തെ ഒരു പ്രോമോ വന്നിട്ട് ഒരു ഗെയിമാണ്, കണ്ടസ്റ്റൻസിന് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് അവരെ ചാർജ് ചെയ്യിക്കാനുള്ള ഒരു ചാർജിങ് പോട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ചാർജ് ചെയ്യിക്കാൻ നിർത്തുന്നുണ്ട് ഓരോരുത്തരെയും കൊണ്ട്. അതാണോ പിന്നെ 5ാമത്തെ പ്രോമോ ആയിട്ട്. ഇത്രയും പ്രോമോ ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി വീഡിയോ ചെയ്യുന്നത്, അതാണ് എല്ലാ പ്രോമോ കൂടെ ഒരുമിച്ച് പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ വേറെ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ പറയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.